സ്വാഗതം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു മലയാളം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ കാറ്ററ്റ് എക്സാമിന് വന്നിട്ടുള്ള ഇതിന് മുന്നേ വന്ന മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ കാറ്റഗറി 1 ആയാലും 2 ആയാലും ഇനിയിപ്പോൾ 3 ആണെങ്കിലും 4 ആണെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഒരു 30 മാർക്കിന്റെ മലയാളം ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് ഒരു ഇന്ന കാറ്റഗറി എന്നുള്ളതല്ല. നിങ്ങൾ മലയാളത്തിലെ സിലബസ് നോക്കി മനസ്സിലാവും. നമുക്ക് അത്യാവശ്യം വരുന്നതൊക്കെ ഏറെക്കുറെ എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. അപ്പം ഇതുപോലുള്ള ടോപ്പിക് ഒക്കെ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു കഥയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അപ്രസക്തമായ സൂചകം ഏതാണ്? ശരിക്കും ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു കഥയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അപ്രസക്തമായിട്ടുള്ള സൂചകം ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ. കഥയുടെ പ്രധാന ആശയം ഉൾച്ചേർക്കണം. കഥാകൃത്തിന്റെ വ്യക്തിപരമായ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയ ആമുഖം വേണം. പ്രധാന കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്യണം. അതുപോലെ തന്നെ കഥ അവതരിപ്പിച്ച രീതി വിശദമാക്കണം. എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ആൻസർ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എന്താണ്, പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെ എന്താണ് ഒരു കഥയുടെ ആസ്വാദനക്കുറിപ്പ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അപ്രസക്തമായത്, അതായത് അതിൽ നമ്മൾ അത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു കാര്യം ഇതിലുണ്ട് അല്ലേ, നമ്മൾ വലിയ പ്രസക്തി ഒന്നും ഇല്ലാത്ത ഒരു കാര്യമാണ്, അതേതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആസ്വാദനക്കുറിപ്പ് ഉണ്ടാക്കുമ്പോൾ തന്നെ കഥയുടെ പ്രധാന ആശയം നമ്മൾ ഉണ്ടാകണമല്ലോ അല്ലേ. കഥയുടെ പ്രധാനപ്പെട്ട ആശയം നമ്മുടെ ആസ്വാദനക്കുറിപ്പിൽ എന്തായാലും ഉണ്ടാവണം. കാരണം ആസ്വാദനക്കുറിപ്പാണല്ലോ, അപ്പോൾ എന്തായാലും അതിന്റെ ഒരു ആശയം നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇത് ശരിയാണ്, നമുക്ക് വേണ്ട തെറ്റായതാണ് അല്ലേ. അടുത്ത നോക്കി നിങ്ങൾ നെക്സ്റ്റ് നോക്കിയാൽ ഏതാണ് വരിക? കഥാകൃത്തിന്റെ വ്യക്തിപരമായ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയ ആമുഖം വേണമെന്ന്. നമ്മുടെ ഒരു ആസ്വാദനക്കുറിപ്പ് ഉണ്ടാക്കുമ്പോൾ കഥയ്ക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ല കഥാകൃത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ള ആലോചിച്ച് നോക്കുക. കഥാകൃത്തിന് തന്നെ പ്രാധാന്യം കൊടുത്താൽ പോലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും വിവരങ്ങളും നമ്മൾ ഉൾപ്പെടുത്തണം എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരിക്കലും പറ്റില്ല. അപ്പൊ അത് നമുക്ക് ഡൗട്ടാണ്, അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് നോക്കാം. പ്രധാന കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്യണം. ശരിയാണ് അല്ലേ, അതിലുള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മൾ അതിൽ വിശേഷണം ചെയ്യണം. കഥ അവതരിപ്പിച്ച രീതിയെ കുറിച്ച് നമ്മൾ വിശദമാക്കണം. അതൊക്കെ ശരികളാണ് അല്ലേ. അപ്പൊ നമുക്ക് അപ്രസക്തമായ കാര്യം എന്ന് ചോദിച്ചാൽ ഏതാണ് പറയാൻ പറ്റുക? കഥാകൃത്തിനെ കുറിച്ച് നമുക്ക് ഒരു വിവരണം കൊടുക്കാം, പക്ഷെ അദ്ദേഹത്തിന് വ്യക്തിപരമായ എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യേണ്ട, ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആമുഖം വേണമെന്ന് പറയാൻ പറ്റില്ല ആസ്വാദനക്കുറിപ്പിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങളാൽ പുറംതള്ളപ്പെട്ടവരുടെ കുട്ടികൾക്ക് പിന്തുണ നൽകുമ്പോൾ അധ്യാപകർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയേ. പഠനത്തിന് മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകണം. പരിമിതികളും വ്യത്യസ്തതകളും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും വേണം. പരീക്ഷകൾക്ക് മുൻപായി പ്രത്യേക പരിശീലനം നൽകണം. അതുപോലെ തന്നെ ഇത്തരം കുട്ടികൾക്കായി പ്രത്യേക പഠന സാമഗ്രികൾ തയ്യാറാക്കണം എന്നാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യണം. സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങളാൽ പുറന്തള്ളപ്പെട്ടവരുടെ കുട്ടികൾക്ക് പിന്തുണ നൽകുമ്പോൾ അധ്യാപകർ സ്വീകരിക്കേണ്ട സമീപനം എന്തെന്നാണ് ചോദിച്ചത് അല്ലെ. അവരെന്ന് എല്ലാ തരത്തിലും പുറന്തള്ളപ്പെട്ട ഒരു വിഭാഗം കുട്ടികളാണ്. അപ്പൊ അവർക്കുള്ള സഹായത്തിന് നമ്മൾ അധ്യാപകർ സ്വീകരിക്കേണ്ട സമീപനം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആണല്ലോ. അപ്പൊ ആൻസർ ചെയ്താൽ പറയാൻ പറ്റുമോ? പഠനത്തിന് മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകണം എന്ന് പറയാൻ പറ്റുമോ? അത്തരത്തിലെ കുട്ടികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് എല്ലാവരും ഒരുപോലെ ഒന്നും ആയിരിക്കില്ല അല്ലെ. വളരെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന പലതരത്തിലുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അതിൽ പഠനത്തിന് മികവ് പുലർത്തുന്ന കുട്ടികളെ മാത്രം പ്രത്യേകം നമുക്ക് പരിശീലനം നൽകണം എന്ന് പറയാൻ പറ്റില്ല, അത് തെറ്റാണ്. അടുത്ത ഓപ്ഷൻ നോക്കിയേ. പരിമിതികളും വ്യത്യസ്തതകളും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അത് നമുക്ക് പറയാം അല്ലെ. അവരുടെ പരിമിതികളും അവരുടെ എല്ലാവരും തമ്മിൽ എല്ലാവരും യുണീക്ക് ആണ് അല്ലെ, വ്യത്യസ്തരാണ്. അപ്പോൾ അവരുടെ വ്യത്യസ്തതകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം, അതിനെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ പറ്റണം എന്ന് പറയുമ്പോൾ അത് ശരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നോക്കാം അടുത്തത്. പരീക്ഷകൾക്ക് മുമ്പായി പ്രത്യേക പരിശീലനം നൽകണം. അത് മാത്രം പോരല്ലോ, അത് എല്ലാ കുട്ടികൾക്കും നമ്മൾ പൊതുവായിട്ട് കൊടുക്കുന്നതാണല്ലേ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ കൃത്യമായിട്ടൊരു കാര്യം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത്തരം കുട്ടികൾക്കായി പ്രത്യേക പഠന സാമഗ്രികൾ തയ്യാറാക്കണം. പഠനമൊക്കെ പിന്നീടാണല്ലോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അവരെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളാകുമ്പോൾ അവർക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഓപ്ഷൻ ബിയിൽ കൊടുത്ത പോലെ പരിമിതികളും വ്യത്യസ്തതകളും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും വേണം എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നേ ഉണ്ടാവില്ല, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാൻ. തേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: അധ്യാപക സഹായിയുടെ ഉപയോഗം സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായ പ്രസ്താവന ഏതാണ്? അധ്യാപക സഹായിയുടെ ഉപയോഗം സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കാം. യൂണിറ്റുകളുടെ അവസാന ഭാഗത്ത് നൽകിയ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് അധ്യാപക സഹായി ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ്. അധ്യാപക സഹായിയിലെ എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികൾക്ക് നിർബന്ധമായും നൽകണം. പിന്നെ പഠന പ്രവർത്തനങ്ങൾ ക്രിയാത്മകവും സർഗാത്മകവുമായി ആസൂത്രണം ചെയ്യാനും വിനിമയം ചെയ്യാനും അധ്യാപക സഹായി ഉപയോഗപ്പെടുത്തണം എന്നിങ്ങനെയുള്ള
4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഈ അധ്യാപക സഹായിയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏതാണ് പിന്നെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുക എന്നാണ് ചോദിച്ചത് അല്ലേ. അധ്യാപക സഹായിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അധ്യാപക സഹായി തരുന്നത് എന്തിനല്ല, ഒരിക്കലും എന്തിനല്ല, യൂണിറ്റുകളുടെ അവസാന ഭാഗത്ത് നൽകിയ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അധ്യാപക സഹായി എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികൾക്ക് നിർബന്ധമായും ചെയ്യണമെന്നൊന്നും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ്. നോക്കിയേ, അധ്യാപകർക്കുള്ള സഹായിയാണ്. പഠന പ്രവർത്തനങ്ങൾ ക്രിയാത്മകവും സർഗാത്മകവുമായി ആസൂത്രണം ചെയ്യാനും വിനിമയം ചെയ്യാനും അധ്യാപക സഹായി ഉൾപ്പെടുത്തണം എന്നാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. റെഡി? നെക്സ്റ്റ്, 6ാം ക്ലാസ് കേരള പാഠാവലിയിലെ വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പരിചയപ്പെടുത്തേണ്ട പ്രധാന റഫറൻസ് ഗ്രന്ഥം ഏത്? നല്ലൊരു ചോദ്യമാണ് അല്ലേ. 6ാം ക്ലാസ്സിലെ കുട്ടികളാണ് അവരുടെ കേരള പാഠാവലിയിലെ വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്നൊരു പാഠഭാഗം ഉണ്ടല്ലോ, അതിനെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പരിചയപ്പെടുത്തേണ്ട പ്രധാന റഫറൻസ് ഗ്രന്ഥമാണ്, പുസ്തകമാണ് ചോദിച്ചത്. അപ്പോൾ അവർക്ക് പരിചയപ്പെടുത്തേണ്ട ആ റഫറൻസ് ഗ്രന്ഥം ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ, ഒരു ദേശത്തിന്റെ കഥ, കാപ്പിരികളുടെ നാട്ടിൽ, എസ്.കെയുടെ തിരഞ്ഞെടുത്ത ചെറുകഥകൾ, ഒരു തെരുവിന്റെ കഥ. ഇതെല്ലാം നിങ്ങൾക്കറിയാം സഞ്ചാര സാഹിത്യങ്ങളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ അതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ കുറിച്ചാണ് കുട്ടികൾക്ക് ആ ഒരു പാഠഭാഗത്തെ ടീച്ചർ, അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപിക പരിചയപ്പെടുത്തുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ്, ഈ പറഞ്ഞ 4 എണ്ണത്തിൽ വിക്ടോറിയ വെള്ളച്ചാട്ടം ഉൾപ്പെടുന്ന ഏതോ ഒരു കൃതിയുണ്ട്, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കാപ്പിരികളുടെ നാട്ടിലാണ് കേട്ടോ. എസ്.കെയുടെ കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറയുന്ന കൃതിയാണ് വരിക. ഇതാണ് അദ്ദേഹത്തിന്റെ ആഫ്രിക്കൻ യാത്രയെ കുറിച്ചുള്ള അനുഭവങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, വിവരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിക്ടോറിയ വെള്ളച്ചാട്ടം നിങ്ങൾക്കറിയാം അല്ലേ, സാംബിയ, സിംബാബ്വെ പിന്നെ ഭാഗത്താണ്, രാജ്യങ്ങളിലായിട്ടാണ് ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അതെന്താണ്, നമ്മുടെ ഈ പറഞ്ഞ ആഫ്രിക്കൻ വൻകരയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കാപ്പിരികളുടെ നാട്ടിൽ, അതിലെ പ്രധാന പ്രമേയം തന്നെ ആഫ്രിക്കൻ സഞ്ചാരമാണ്. അപ്പോൾ എന്താണ്, അതിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് പരിചയപ്പെടുത്താൻ പറ്റുന്ന പ്രധാനപ്പെട്ട റഫറൻസ് വെച്ച് കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറയുന്ന എസ്.കെയുടെ ഒരു കൃതിയാണ്. ഓക്കെ, നെക്സ്റ്റ്, വേര് ചാടുന്ന പശുവിന് കോല് കൊണ്ട് മരണം, ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? പഴഞ്ചൊല്ല്, ശൈലികൾ, പ്രയോഗം, ഇതൊക്കെ ഒരേ ലെവലിൽ തന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, മനസ്സിലാക്കണം, പഠിക്കണം. നെക്സ്റ്റ് നോക്കിയതാ, വേല് ചാടുന്ന പശുവിന് കോല് കൊണ്ട് മരണം എന്നാണ് പറഞ്ഞത് അല്ലെ. വേല് ചാടുന്നതേ തെറ്റ്, വേല് ചാടുന്നതിന് കോല് കൊണ്ട് മരണം. നോക്കാം, അശ്രദ്ധ അപകടം ക്ഷണിച്ചു വരുത്തും, ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിൽ എല്ലാം നശിക്കും, അനുസരണ ഇല്ലെങ്കിൽ ആപത്ത് വരും, പിന്നെയോ കായബലത്തേക്കാൾ പ്രധാനം ചിന്താശക്തിയാണ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ വേല് ചാടി പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് അല്ലെ, എടുത്ത് ചാടി പോകുന്നതാണ് നമ്മൾ വേല് ചാടുമെന്ന് പറഞ്ഞാൽ, നമ്മളൊന്നും അങ്ങോട്ട് മുൻകൂട്ടി ധാരണ ഇല്ലാതെ എന്തെങ്കിലും ചാടി എടുത്ത് ചാടുന്നു. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് എന്ത് കിട്ടും, അനുസരണ കാണിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അപകടം പറ്റും എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അനുസരണ ഇല്ലെങ്കിൽ ആപത്ത് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നേരത്തെ നമ്മുടെ ശൈലികൾ എഴുതിയ ഭാഗത്ത് തന്നെ ഒന്ന് എന്ത് ചെയ്യുക, എഴുതി ചേർക്കുക നമ്മുടെ നോട്ടിൽ. ക്ലിയർ? അടുത്തത്, ഞാൻ വീണ്ടും പറഞ്ഞു, അറിയാത്ത ചോദ്യങ്ങൾ വന്നാൽ എഴുതി വെച്ച് പഠിക്കണം. അടുത്തത്, ക്ലാസ്സിൽ പഴയകാല ഭാഷാ പദങ്ങളുടെ ഒരു നിഘണ്ടു തയ്യാറാക്കുമ്പോൾ ആദ്യമായി ചെയ്യേണ്ട പ്രവർത്തനം ഏതാണ്? ഒന്നുമില്ല, ക്ലാസ്സിൽ നമ്മൾ പഴയകാല ഭാഷാ പദങ്ങളുടെ ഒരു നിഘണ്ടു തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട പ്രവർത്തനം ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏതായിരിക്കും നമ്മൾ ചെയ്യുക? ഓപ്ഷൻ നോക്കിയേ, ഓരോ പദവും അകാരാതിക്രമത്തിൽ എഴുതുക. ഓക്കെ, അടുത്തത്, ഉൾപ്പെടുത്തേണ്ട പദങ്ങൾ പൂർണ്ണമായും പട്ടികപ്പെടുത്തുക. ഓരോ പദത്തിനും സമമായി ഇന്ന് പ്രചാരത്തിലുള്ള പദങ്ങൾ മുഴുവനായും പട്ടികപ്പെടുത്തുക. അതുപോലെ തന്നെ സാമാന്യ പദങ്ങൾക്ക് ക്രമം നിശ്ചയിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ നിഘണ്ടുവാണ് തയ്യാറാക്കുന്നത്, വെറുതെ ഒരു നിഘണ്ടു അല്ല, ക്ലാസ്സിലെ പഴയകാല ഭാഷാ പദങ്ങളുടെ ഒരു നിഘണ്ടുവാണ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിഘണ്ടു തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട പ്രവർത്തനം എന്തായിരിക്കും എന്നല്ലേ പറയേണ്ടത്? നമ്മളിങ്ങനെ വെറുതെ ആലോചിച്ചാൽ മതി, നമുക്ക് നിഘണ്ടു ഉണ്ടാക്കണം, നമുക്ക് വെറുതെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ പറഞ്ഞ പഴയ കാലത്തെ പ്രധാനപ്പെട്ട അന്ന് ഉപയോഗിച്ച ഭാഷാ പദങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യണ്ടേ, നമ്മൾ ശേഖരിച്ച് ഒരു ലിസ്റ്റ് ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാണ് വരിക? ഇതാ, ഉൾപ്പെടുത്തേണ്ട പദങ്ങൾ ഏതാണ് വരിക? ഉൾപ്പെടുത്തേണ്ട പദങ്ങൾ പൂർണ്ണമായും പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. ഉൾപ്പെടുത്തേണ്ട പദങ്ങൾ പൂർണ്ണമായും ആദ്യം എന്ത് ചെയ്യണം, പട്ടികപ്പെടുത്തണം, പിന്നീടാണ് അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കിടക്കാൻ പറ്റുക അല്ലേ. അടുത്തത്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ പിശുക്കിന്റെ തീവ്രത വ്യക്തമാക്കുന്നതിനായി പ്രയോഗിക്കുന്ന ശൈലി ഏത്? ശൈലി ഇതാ നോക്കിയേ, ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യമാണ് പഴഞ്ചൊല്ല് ശൈലിയൊക്കെ ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ആ പിശുക്കിന്റെ തീവ്രത എന്നാണ്, അറ്റ് പീക്ക് ലെവലാണ് പിശുക്ക്. ഓക്കെ, അപ്പോൾ പിശുക്കറ്റ് പീക്കാണ്. അപ്പോൾ പിശുക്കിന്റെ തീവ്രത വ്യക്തമാക്കുന്നതിനായി പ്രയോഗിക്കുന്ന ശൈലി ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതാ പറയാൻ പറ്റുക? അർദ്ധരാത്രിക്ക് ഉടവെടുക്കുക, കുത്തുവാള എടുക്കുക, അറ്റ കൈക്ക് ഉപ്പ് തേക്കുക, പിന്നെയോ അമ്പലം വിഴുങ്ങുക. 4 ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ പിന്നെ ഇതിലേതാ നമുക്ക് പറയാൻ പറ്റുക? പിശുക്കിന്റെ തീവ്രത എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ശൈലിയാണ് ഇതാണ്, അറ്റ കൈക്ക് ഉപ്പ് തേക്കുക അല്ലെ.
അറ്റ കൈക്ക് ഉപ്പ് തേക്കുക എന്ന് പറയുന്നതാണ് ഏത് ഈ പറഞ്ഞ പിശുക്കിന്റെ തീവ്രത വ്യക്തമാക്കുന്ന കാര്യം. അറ്റ കൈ എന്ന് വെച്ചാൽ അങ്ങ് പോയി അവിടെ എൻ്റെ ഉപ്പ് തേച്ചിട്ട് നടക്കണം, അത്ര മതി അല്ലെ. അപ്പൊ അറ്റ കൈക്ക് ഉപ്പ് തേക്കുക വെച്ചാൽ പിശുക്കാണ്, അതിന്റെ തീവ്രത അവിടെ നമുക്ക് വ്യക്തമാകും. നെക്സ്റ്റ്, അഭി പ്ലസ് ഉന്നതി ഇവ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെയാകും എന്നാണ് ചോദിച്ചത്. അഭി അധികം ഉന്നതി. ഓക്കെ, ഇത് രണ്ടും ചേർത്ത് എഴുതിയാൽ എന്താ വരുമെന്നാണ്. അപ്പൊ നമ്മൾ ചേർത്തെഴുത്ത് ഒക്കെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. മലയാളം ക്ലാസ്സിന്റെ പിന്നെ പ്ലേലിസ്റ്റ് നിങ്ങൾ പോയാൽ മതി. ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം അത് ലിങ്ക് അവിടെ കൊടുക്കാം. നിങ്ങൾ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സിലേക്ക് പോകാൻ വേണമെങ്കിൽ. അപ്പോൾ അഭി പ്ലസ് ഉന്നതി ഇവ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെയാകും എന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ നോക്കിയേ, അഭ്യുന്നതി, അഭ്യുന്നതി, അഭി ഉന്നതി, അത്യുന്നതി എന്നിങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏതാ പറയാൻ പറ്റും ശരിയായിട്ട്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ അറിയാതെ അഭി പ്ലസ് ഉന്നതി നമ്മൾ അറിയാതെ അത്യുന്നതിയിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം, അഭ്യുന്നതിയാണ് കേട്ടോ. അഭ്യുന്നതി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ അഭി പ്ലസ് ഉന്നതി എന്ന് വെച്ചാൽ അഭ്യുന്നതിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക, ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത്. അപ്പൊ നിങ്ങൾ ഇന്ന് നിർബന്ധമായിട്ട് മലയാളത്തിൽ പഠിക്കേണ്ട ടോപ്പിക് ഞാൻ പറഞ്ഞു തന്നു. എന്ത് പഠിക്കണം? ഈ പറഞ്ഞ പോലെ ചേർത്തെഴുത്ത്. ഓക്കെ, ചേർത്തെഴുത്ത് എന്ന് അല്ലെങ്കിൽ പിരിച്ചെഴുത്ത് നമ്മൾ ടോപ്പിക് ചെയ്തിട്ടുണ്ട്. ചേർത്തെഴുത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് നമ്മുടെ പിന്നെ സന്ധികൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരുമിച്ച് വരുന്നതാണ് സന്ധികൾ. നമ്മൾ 4 സന്ധികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, അതും കൂടി ഇന്ന് നിർബന്ധമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗുരുദക്ഷിണ എന്ന പദം വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? ഗുരുദക്ഷിണ എന്ന് പറയുന്ന ഈ ഒരു പദത്തെ നമുക്ക് വിഗ്രഹിച്ചിട്ട് വിപുലീകരിച്ചിട്ട് എങ്ങനെ എഴുതാമെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ നോക്കിയേ, ഗുരു നൽകുന്ന ദക്ഷിണ, ഗുരുവും ദക്ഷിണയും, ഗുരുവാകുന്ന ദക്ഷിണ, അതുപോലെ തന്നെ ഗുരുവിന് നൽകുന്ന ദക്ഷിണ. ശരിക്കും ഗുരുദക്ഷിണ വെച്ച് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് കൊടുക്കുന്നതല്ലേ, ഗുരുവിന് കൊടുക്കുന്നതാണല്ലോ. അപ്പൊ ഗുരുദക്ഷിണ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ള എന്താണ്? ഗുരുവിന് നൽകുന്ന ദക്ഷിണയാണ്. അപ്പൊ അറിയാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗുരു നൽകുന്ന ദക്ഷിണ എന്നൊന്നും എഴുതാൻ പാടില്ല. നമ്മൾ സാധാരണ എന്താണ് ഇപ്പൊ ഡാൻസ് കളിക്കുമ്പോൾ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഗുരു ദക്ഷിണ പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കാറുണ്ട് എന്തൊക്കെയോ അല്ലെ. അപ്പൊ അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നത് അത് അദ്ദേഹത്തിന് കൊടുക്കുന്നതാണ്, ഗുരുവിന് കൊടുക്കുക എന്നുള്ളതാണ് സന്തോഷത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഗുരുവിന് നൽകുന്ന ദക്ഷിണയാണ് ഗുരുദക്ഷിണ. ഓക്കെ, അടുത്തത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദേശ സന്ധിക്ക് ഉദാഹരണം ഏത്? അപ്പൊ നമ്മളെ സന്ധികളെ കുറിച്ച് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം എന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സന്ധികൾ വെച്ചാൽ 4 വളരെ പ്രധാനപ്പെട്ട 4 സന്ധികളാണ് ഉള്ളത്. ആഗമസന്ധി, ആദേശസന്ധി, ലോപസന്ധി, ദ്വിത്വസന്ധി, 4 സന്ധികളാണ് ഉള്ളത്. അപ്പൊ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ മലയാളം ക്ലാസ്സിന്റെ പ്ലേലിസ്റ്റ് പോയാൽ മാത്രം മതി, മനസ്സിലായില്ലേ. അപ്പൊ അത് നിർബന്ധമായിട്ട് ഇന്ന് പഠിക്കണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഏതാണ് ആദേശസന്ധിക്ക് ഉദാഹരണം എന്നാണ് ചോദിച്ചത്. ആദേശ സന്ധി വെച്ച് ഇത്രയേ ഉള്ളൂ, ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നതാണ് നമ്മൾ ആദേശം എന്ന് പറയും, ആദേശം സന്ധി. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് സന്ധി കണ്ടെത്തണമെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെ പെട്ടെന്ന് മനസ്സിലാക്കി എത്താൻ പറ്റും, ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ. അല്ലെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, തന്നിരിക്കുന്ന പദത്തെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പിരിച്ചെഴുതണം. പിരിച്ചെഴുതിയതിനു ശേഷം മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, അത് സന്ധി ഏതാണെന്നില്ല പറയാൻ പറ്റുക. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ആദേശ സന്ധിക്ക് ഉദാഹരണമായിട്ട് ഇവിടെ വരുന്നത് ചെഞ്ചുണ്ട് എന്ന് പറയുന്ന വാക്കാണ്. ചെഞ്ചുണ്ട് എന്ന് പറയുന്ന പദമാണ്. അത് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ചെഞ്ചുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പിരിച്ചെഴുതിയാൽ വരുന്നത് ഇങ്ങനെയാണ്, ചെം ചുണ്ടാണ് കേട്ടോ. ചെം ചുണ്ട്, ചുണ്ട്. ഇതാണ് ചെഞ്ചുണ്ട് എന്ന് പറയുന്ന ഈ വാക്കായിട്ട് മാറിയത്. ഇത് രണ്ടും കൂടി പിരിച്ചെഴുതിയിട്ടാണ്, സോറി, ഇതിനെ പിരിച്ചെഴുതിയപ്പോൾ നമുക്ക് ചെം പ്ലസ് ചുണ്ടാണ് കിട്ടുക. അല്ലെങ്കിൽ ഇത് രണ്ടും ചെറുത്തെഴുതിയാലാണ് നമുക്ക് എന്ത് കിട്ടുക, ചെഞ്ചുണ്ട് കിട്ടുക. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ചെഞ്ചുണ്ടിലെത്തി ഇഞ്ച എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇഞ്ച എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ചെം ചുണ്ട് രണ്ടും കൂടി ചേർന്നപ്പോൾ അത് ചെഞ്ചുണ്ട് എന്നായി മാറി, ഇഞ്ചയായി മാറി. അപ്പൊ ഇഞ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഞ് പ്ലസ് ചായ ആണ് ഇഞ്ച. അപ്പൊ ഇഞ്ചു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഞ് പ്ലസ് ചു ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്ന ഇവിടെ നോക്കിയേ, ചേ ഒക്കെ രണ്ടിലും ഉണ്ട്, ഉണ്ട് എന്നുള്ളതും അവിടെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ എന്തോ ഒരു മാറ്റം എന്ന് വെച്ചാൽ ചെം, ആ ചിഹ്നം ഇവിടെ ഉണ്ട്, അത് പോയിട്ട് ഇവിടെ ഞ് വന്നു അല്ലെ. അപ്പൊ ഒന്ന് പോയി മറ്റൊന്ന് വന്നു, അതുകൊണ്ടാണ് ഇത് എന്തായി മാറിയത്, ഈ പറയുന്ന ആദേശ സന്ധിക്ക് ഉദാഹരണമായിട്ട് മാറിയത്. അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ നിങ്ങൾ ടോപ്പിക് വൈസ് നിർബന്ധമായിട്ട് ഇന്ന് തന്നെ പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചത്ത് കിടക്കിലും ചമഞ്ഞു കിടക്കണം, ഈ പഴഞ്ചൊല്ലിൽ ഉൾച്ചേരുന്ന സന്ദേശം എന്ത്? മൂന്നാമത്തെയാണ്. ഞാൻ പറഞ്ഞ ശൈലികൾ വളരെ പ്രധാനപ്പെട്ടാണ് നമ്മൾ അന്നേ പറയുന്നത്. ഇതിപ്പോ മൂന്നാമത്തെയാണ് വരുന്നത്. ചത്ത് കിടക്കിലും ചമഞ്ഞു കിടക്കണം എന്ന്. ചത്ത് കിടക്കുന്നതാണെങ്കിൽ ചമഞ്ഞു കിടക്കണം. എന്താ ഉദ്ദേശിക്കുന്നത്? ചമയ മീൻസ് മേക്കപ്പ്, ഫുൾ സെറ്റപ്പിൽ. ഓക്കെ, ഓപ്ഷൻ നോക്കിയേ, ആത്മാവല്ല ശരീരമാണ് പ്രധാനം, ചേരുംപടി ചേർത്താൽ ചന്തം തികയും. പിന്നെന്താണ് നോക്കിയേ, ജീവിതം നിരർത്ഥകം, അതുപോലെ തന്നെ ബാഹ്യാലങ്കാരം പ്രധാനമാണ്. അപ്പൊ ചമയുക എന്ന് വെച്ചാൽ എന്താണ്, ചമഞ്ഞു, മേക്കപ്പ് ആണ്. അപ്പൊ എന്താണ്, ബാഹ്യമല്ലേ. അപ്പൊ എന്താണ്, ചത്ത് കിടക്കിലും ചമഞ്ഞു കിടക്കണം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. എന്താണ് ആൻസർ വരുന്നത്, ബാഹ്യ അലങ്കാരം പ്രധാനമാണ് എന്നുള്ളതാണ് വരിക കേട്ടോ. ബാഹ്യ അലങ്കാരം പ്രധാനമാണ്. അടുത്തത്, താഴെ കൊടുത്തുള്ളവയിൽ ശരിയായ പദം ഏതാണ്? ശരിയായ പദമാണ് ചോദിച്ചത്. അപ്പൊ എന്താണ്, പദശുദ്ധിയാണ്. നമ്മൾ അന്നേ പറയുന്നുണ്ട് നിങ്ങളോട് ശരിയായ പദമൊക്കെ പഠിക്കണം എന്ന് അല്ലെ.
ഏതാ വരിക? അനർഘ നിമിഷം എന്നുള്ളതാണ് പദം തന്നിട്ടുള്ളത്. അത് 4 തരത്തിൽ തന്നിട്ടുണ്ട്. 3 തെറ്റുകളും ഒരു ശരിയുമാണ് അതിനുള്ളിലുള്ളത്. ഓക്കെ, അപ്പൊ അത് ശരിയായ അനർഘ നിമിഷം ഏതാണ് വരിക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അനർഘം എന്ന് എഴുതുമ്പോൾ ആയൊക്കെ എല്ലാത്തിലും ഉണ്ട് കോമൺ ആയിട്ട്. ഞായും ഉണ്ട്, ഇറും ഉണ്ട്, അനറ് വരെയുണ്ട് അല്ലെ. ആ ഗാക്കാണ് ഇവിടെ മൊത്തത്തിലെ പ്രശ്നം വന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ നോക്കി എല്ലാം സെയിം ആണ്. ഇവിടെ ഈ കായാണ്, ഇവിടെ ഗായാണ്, ഇവിടെ കായാണ്, ഇവിടെ മറ്റേ ഘടികാരത്തിന്റെ കായാണ്. കാ ഖ ഗാ ഖ അതെല്ലാം അതിലുണ്ട്. അതിൽ ഏത് കായാണെന്നാണ് നമ്മൾ പറയേണ്ടത്. ഒരു സംശയവും വേണ്ട. ആൻസർ വരുന്നത് ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി ആണ് അനർഘ നിമിഷം. ഘടികാരത്തിന്റെ കായാണ് അനർഘ. നിങ്ങൾ അനഘ എന്നുള്ള പേരൊക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ സെയിം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതാ കുഞ്ഞിക്കേളപ്പക്കുറുപ്പ്, തട്ടാനിട്ടേമ്പി എന്നീ കഥാപാത്രങ്ങളിലൂടെ വടക്കേ മലബാറിലെ ഗ്രാമീണ ജീവിതം ചിത്രീകരിക്കുന്ന UA ഖാദറിന്റെ നോവലൈറ്റുകളുടെ സമാഹാരം ഏതാണ്? അപ്പൊ ശരിക്കും മനസ്സിലാക്കുക, UA ഖാദറിന്റെ നോവലാണ് വേണ്ടത്. നോവലൈറ്റുകളുടെ സമാഹാരമാണ് UA ഖാദറിന്റെ ആണ്. കണ്ടീഷൻ എന്താണെന്ന് നോക്കിയേ. രണ്ട് പേര് തന്നിട്ടുണ്ട്. ഇതാ കുഞ്ഞിക്കേളപ്പക്കുറുപ്പ്, അതുപോലെ തന്നെ തട്ടാനിട്ടേമ്പി. ഈ കഥാപാത്രങ്ങളിലൂടെ വടക്കേ മലബാറിലെ ഗ്രാമീണ ജീവിതം ചിത്രീകരിക്കുന്ന UA ഖാദറിന്റെ പുസ്തകം ഏതെന്നാണ് ചോദിച്ചത്. തക്ഷൻകുന്ന് സ്വരൂപം, തൃക്കോട്ടൂർ പെരുമ, മ്യൂതേവിത്തെയ്യം, അതുപോലെ ചോയിച്ചൻ ഹാജർ. എന്താണ് ചോയിച്ചൻ ഹാജർ എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആൻസർ പറയാൻ പറ്റുന്ന ഏതാണ്? സംശയം വേണ്ട, UA ഖാദറിന്റെ തൃക്കോട്ടൂർ പെരുമ എന്നുള്ളതാണ് ആൻസർ കേട്ടോ. തൃക്കോട്ടൂർ പെരുമ എന്നുള്ളതാണ് ആൻസർ. കുഞ്ഞിക്കേളപ്പക്കുറുപ്പ്, പിന്നെയോ ഈ പറഞ്ഞ തട്ടാനിട്ടേമ്പി, ഇവരൊക്കെ UA ഖാദറിന്റെ ഈ തൃക്കോട്ടൂർ പെരുമയിലെ കഥാപാത്രങ്ങളാണ്. ഓക്കെ, നോവലുകളുടെ സമാഹാരമാണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അടുത്തത് എന്താണെന്ന് നോക്കിയേ. ഇതാ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രസക്തമായത് ഏതാണ്? പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രസക്തമായത് ഏതാണെന്നാണ് ചോദിച്ചത്. വാക്യങ്ങളും ചിത്രങ്ങളും ആകർഷകമായി ക്രമീകരിച്ച് സംയോജിപ്പിക്കണം. മികച്ച പേപ്പറിൽ തയ്യാറാക്കണം. വാക്കുകളും വാക്യങ്ങളും കഴിയുന്നത്ര വിശദമായി ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ലഭ്യമായ പഴയ മാതൃകകൾ പിന്തുടരണം എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് ഏതാ പറയാൻ പറ്റുമോ? ഈ പറഞ്ഞ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് നമുക്ക് ഉൾപ്പെടുന്ന ഏതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം ഏതായിരിക്കും? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്തായിരിക്കും? വാക്യങ്ങളും ചിത്രങ്ങളും ആകർഷകമായി ക്രമീകരിച്ച് സംയോജിപ്പിക്കണം എന്നതാണ് ആൻസർ കേട്ടോ. വാക്യങ്ങളും, ആൻസർ എഴുതുന്നത് ഓപ്ഷൻ എ ആണ്. വാക്യങ്ങളും ചിത്രങ്ങളും ആകർഷകമായി ക്രമീകരിച്ച് സംയോജിപ്പിക്കണം എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതാണ് നമ്മുടെ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം. അടുത്തത്, താഴെ കൊടുത്തിട്ടുള്ള വരികളുടെ സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. സമാന താളം ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഏകദേശം ഒരു ടൂണിൽ നിങ്ങൾ മനസ്സിൽ പാടി നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ തന്ന ഓപ്ഷനിൽ അതേ ടൂണിൽ ഏകദേശം വരുന്നത് ഏതാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ തന്ന വരികൾ നോക്കുക. എന്താണ്? ആലോമൽ പൈതലേ ഹാ കഷ്ടമയ്യോ നീ ആരെന്നുരച്ചുപോയി ഹന്ത, നിന്നെ രാധേയനല്ല നീ യധീരതിയല്ല സൂതകുലത്തിൽ ജനിച്ചോനല്ല എന്നിങ്ങനെയാണ് നമ്മുടെ വരി തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ എന്ത് ആ ടൂൺ വെച്ച് വെറുതെ പാടാൻ കിട്ടുന്നു നോക്ക്. വാക്കുകൾ കൂട്ടി ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ, ടൂണ് പോയി, കിട്ടുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ നോക്കാൻ പറ്റും. പറഞ്ഞത് അങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിലെഴുന്ന്. കുറച്ചും കൂടി ഫ്ലോ ഉണ്ട്. ഇതല്ല. എന്റെ കൈത്തണ്ടിയിൽ രാഗിച്ചരടു നീ ബന്ധിച്ച് തെല്ലിടമിണ്ടാതെ നിന്നു. അതൊക്കെ ഒന്നും നമുക്ക് ആ ടൂണിൽ കിട്ടുന്നില്ല. പിന്നെ നോക്കിയതാ, പോയിക്കൊള്ളുക പെൺകുഞ്ഞെ ദുഃഖം വെടിഞ്ഞു നീ ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ, അപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും വിപ്പശ്ചത്താപമേ പ്രായച്ചിത്തം. ഇത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ആയിട്ട് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഈ പറഞ്ഞ വരികളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ മലയാളത്തിൽ ഇന്ന് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്നുള്ള മനസ്സിലാക്കുക. ഒരു 15ഓളം ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള നമുക്ക് അടുത്ത സെഷനിൽ കാണാം. പിന്നെ നിങ്ങൾക്കിത് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഞാൻ 2 ടോപ്പിക് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതെന്തായാലും നിർബന്ധമായിട്ട് പഠിക്കണം. ഒന്നാമത്തെ സന്ധികളാണ്. സന്ധികളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ ഈ പിന്നെ പദങ്ങൾ എന്തായിരിക്കും, പിന്നെ കൂട്ടെഴുത്ത് അല്ലെങ്കിൽ പിരിച്ചെഴുത്ത് എന്നൊക്കെ പറയും. പിരിച്ചെഴുതുക എന്നൊക്കെ പറയുന്ന ഭാഗം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. നിർബന്ധമായിട്ട് പഠിക്കുക. അത് രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ക്ലാസ്സുകളൊക്കെ പഠിക്കാം. അല്ലേ? അപ്പോൾ അത് നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം ഓരോ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ അടുത്ത ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. അതിന് ഒരുപാട് ഇതുപോലെയുള്ള പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇനി അല്ല PDF ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം നെക്സ്റ്റ് കാണുന്ന ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ PDF മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം. പിന്നെ 600-ൽ അധികം ചോദ്യങ്ങൾ മലയാളത്തിൽ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.